മുഖ്യമന്ത്രിയുടെ പേരിൽ ഇൻസ്റ്റഗ്രാമിലൂടെ പണം തട്ടിപ്പെന്ന് പരാതി. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്നുള്ള യുവാവിനാണ് പണം നഷ്ടമായത്. ഇൻഷുറൻസ് പദ്ധതിയുടെ പേരിലാണ് തട്ടിപ്പ്. 2499 രൂപ അടച്ച് പദ്ധതിയിൽ അംഗമാകുന്ന ഓരോരുത്തർക്കും 5000 രൂപ ധനസഹായം ലഭിക്കുമെന്നായിരുന്നു പരസ്യം. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ വടക്കൻ പറവൂരിലെ ചിറ്റാറ്റുകര മാച്ചാന്തുരുത്ത് സ്വദേശിയായ ഡെയിൻ ഫ്രാൻസിസ് എന്ന 40-കാരനാണ് പരാതിക്കാരൻ. മുഖ്യമന്ത്രി ധൻ ധൻ യോജന എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പദ്ധതിയിൽ അംഗമായാൽ 5000 രൂപ ഓരോരുത്തർക്കും ഇൻഷുറൻസ് ക്ലെയിമായി കിട്ടും എന്ന് ഇൻസ്റ്റഗ്രാമിൽ പരസ്യം കണ്ടാണ് ഇത്തരത്തിൽ 2499 രൂപ കൈമാറിയത് എന്നാണ് ഡെയിൻ പരാതിയിൽ പറയുന്നത്. അപേക്ഷിക്കുന്ന ഓരോരുത്തർക്കും ഇത്തരത്തിൽ ക്ലെയിം ലഭിക്കും എന്നുള്ളതായിരുന്നു ഈ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിരുന്നത് എന്ന് ഡെയിൻ തൻ്റെ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 2499 രൂപ ആദ്യം അടയ്ക്കുക, അത് സർവീസ് ചാർജ് എന്നോ മറ്റുള്ള ഗണത്തിൽപ്പെടുത്തിയാണെന്ന് പറയപ്പെടുന്നു. 5000 രൂപ ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഈ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴി കൈമാറിയ അക്കൗണ്ടിലേക്കാണ് ഡെയിൻ തൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം അയച്ചത്. അതായത് അക്കൗണ്ട് വഴി തന്നെയാണ് ഇടപാട് നടന്നത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പോലീസിന് ആ പ്രതിയുടെ അക്കൗണ്ടിനെ പിന്തുടർന്ന് പ്രതിയിലേക്ക് എത്താൻ സാധിച്ചേക്കും എന്ന് കരുതുന്നു. എറണാകുളം റൂറൽ സൈബർ പോലീസാണ് ഇത് സംബന്ധിച്ച കേസെടുത്തിരിക്കുന്നത്. ഇതുപോലെ എത്ര പേർക്ക് പണം പോയിട്ടുണ്ട്, എത്ര പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്ന കാര്യം ഇനിയും വ്യക്തമല്ല. നിലവിൽ വടക്കേക്കര സ്റ്റേഷനിൽ ഒരു പരാതിയാണ് ലഭിച്ചിട്ടുള്ളത് എന്നറിയുന്നു. ഇൻസ്റ്റഗ്രാം വഴിയായതുകൊണ്ട് സ്വാഭാവികമായും എല്ലായിടത്തു നിന്നും ഒരു പക്ഷേ ഇത്തരത്തിൽ ആളുകൾ തട്ടിപ്പിൽ പെട്ടിരിക്കാൻ സാധ്യത ഇല്ലാതില്ല. കാര്യം ചെറിയ തുകയാണ് കിട്ടുന്നത്, 5000 രൂപയാണ് കിട്ടുന്നത്. പക്ഷേ ഓരോരുത്തർക്കും കിട്ടുമെന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഈ 2499 രൂപ കിഴിച്ചുള്ള തുകയാണ് കിട്ടുക, അതോ ഈ തുക ഉൾപ്പെടെ പിന്നീട് റീഫണ്ട് ചെയ്ത് കിട്ടും എന്നാണോ ഈ പോസ്റ്റിൽ പറയുന്നത്, ഈ പരസ്യത്തിൽ പറയുന്നത് എന്നറിയില്ല. എന്തായിരുന്നാലും സമീപകാലത്ത് ഇത്തരത്തിലൊരു തട്ടിപ്പ് കേട്ടിട്ടില്ല. ഈ ഞായർ തിങ്കൾ ദിവസങ്ങളിലായിട്ടാണ് ഈ ഇടപാട് അല്ലെങ്കിൽ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ആൾമാറാട്ടം നടത്തി വഞ്ചിച്ചു എന്ന് കാണിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. ഇനിയെങ്കിലും ഇത്തരം പരസ്യങ്ങളും മറ്റും കാണുമ്പോൾ ഇത്തരത്തിലൊരു പദ്ധതി ഉണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കുക. ഉണ്ടെങ്കിൽ അത് ആർക്കൊക്കെയാണ് അർഹതപ്പെട്ടത് എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കുക. മാത്രവുമല്ല 5000 രൂപ ലഭിക്കണമെങ്കിൽ ഏതാണ്ട് അതിൻ്റെ പകുതി തുക ആദ്യഘട്ടത്തിൽ തന്നെ അങ്ങോട്ട് അടയ്ക്കേണ്ടതുണ്ടോ എന്നെങ്കിലും അന്വേഷിക്കുക. അങ്ങനെയൊക്കെയാണെങ്കിൽ തട്ടിപ്പിൽ പെടാതിരിക്കാമെന്നതുകൂടിയാണ് ഈ ഒരു പരാതി നൽകുന്ന ഗുണപാഠം.